അനൂപ് എഴുതി ഫേബിയൻ ബുക്സ് പ്രസിദ്ധീകരിച്ച EMSഉം ദൈവവും എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഈ കഥാസമാഹാരത്തിന് ഇവിടെ പ്രകാശനം നടത്തുന്നത് S. നസീബ് സാറാണ്. കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ അധ്യാപകനും നിരൂപകനും പ്രഭാഷകനുമായ S. നസീബ് സാറിനെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പുസ്തകം ഇവിടെ ഏറ്റുവാങ്ങാനായി എത്തിയിരിക്കുന്നത് KV മധു ആണ്. പത്രപ്രവർത്തകനാണ് KV മധു. ഇപ്പോൾ ന്യൂസ് അറ്റ് ഹൗസിൻ്റെ എഡിറ്റർ ഇൻ ചീഫായി വർക്ക് ചെയ്യുന്നു. KV മധു സാറിനെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. EMSഉം ദൈവവും എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് C. അനൂപ് മാധ്യമപ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്. 2024 യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും കൂടിയാണ് CS അനൂപ്. അതുപോലെ തന്നെ 2006 അറ്റ്ലസ് കൈരളി നോവൽ അവാർഡ് വിശുദ്ധം എന്ന പുസ്തകത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു. ചില വ്യക്തിപരമായ കാരണങ്ങളാൽ ഗ്രന്ഥകർത്താവിന് ഇന്ന് ഈ പരിപാടിയിൽ എത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിനുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി S. നസീബ് സാറിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി KV മധുവിനെയും ക്ഷണിക്കുന്നു. മധു ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, വളരെ യാദർച്ഛികമായിട്ടാണ് C. അനൂപിൻ്റെ EMSഉം ദൈവവും എന്ന പുസ്തകം അതിൻ്റെ 4ാം പതിപ്പിൻ്റെ പ്രകാശനത്തിൽ പങ്കാളിയാകാൻ അവസരമുണ്ടായത്. EMSനെ കുറിച്ച് EMSനെ സംബന്ധിച്ചുള്ള ശ്രേഷ്ഠമായ മറ്റൊരു പുസ്തകം ശ്രീ അനൂപിൻ്റേതായി വന്നിട്ടുണ്ട്. മലയാളത്തിൽ നിരവധി കഥകളും ഒട്ടേറെ കവിതകളും നിരവധി കഥാപുസ്തകങ്ങളും കൊണ്ട് നമ്മുടെ സാഹിത്യത്തിൽ ഒരിടം സ്വന്തമാക്കിയ എഴുത്തുകാരനാണ്, കഥാകൃത്താണ് C. അനൂപ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കഥാകൃത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കഥകളെ സമീപിക്കുന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വലിയ മാറി നിൽപ്പ് EMSഉം ദൈവവും എന്ന ഈ പുസ്തകത്തിൽ C. അനൂപ് വരുത്തിയിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തെ, നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ സാമൂഹിക ജീവിതത്തെ തലകീഴായി നിന്ന് നോക്കുക എന്ന വലിയ കൗതുകത്തെ കൂടി ഈ പുസ്തകത്തിലെ 12 കഥകളിൽ മനോഹരമായി സന്നിവേശിപ്പിക്കുന്നതിന് അനൂപിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ ചെറിയ കഥാസമാഹാരത്തിൻ്റെ സവിശേഷത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. EMSനെ മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരുപക്ഷെ ആക്റ്റീവ് രാഷ്ട്രീയ ജീവിതത്തിലല്ലായിരുന്നുവെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ അക്കാദമിക്കായി ഏറ്റവും ഉജ്ജ്വലനായ അക്കാദമിക് മേഖലയിലെ പണ്ഡിത ശ്രേഷ്ഠനായി നിൽക്കാൻ എല്ലാ അർത്ഥത്തിലും കഴിയുന്ന സവിശേഷതയാർന്ന ഒട്ടേറെ സാഹിത്യ സംഭാവനകൾ, ഭാഷാ സംഭാവനകൾ, രാഷ്ട്രീയ സാമൂഹിക സംഭാവനകളെല്ലാം മലയാളത്തിന് ഇഷ്ടം പോലെ സമ്മാനിച്ചിട്ടുള്ള ഒരു മഹാജീനിയസ് ആയിരുന്നു EMS എന്നത് ആർക്കും അറിയാം. അപ്പോഴൊരു വലിയ ജീനിയസ്, അക്കാദമികമായി കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരാൾ ആക്റ്റീവ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുമ്പോഴുണ്ടാകുന്ന പരിമിതികളിൽ ചില വ്യക്തികൾ പെട്ടുപോകും എന്ന ഒരു വലിയ ചിന്ത കൂടി EMSഉം ദൈവവും എന്ന ഈ പുസ്തകത്തിൽ ശ്രീ അനൂപ് പങ്കുവെക്കുന്നു എന്നതാണ് അതിൻ്റെ സവിശേഷത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
ഒരു കഥാകൃത്തിൻ്റെ സൗന്ദര്യ നിരീക്ഷണങ്ങൾ മാത്രമല്ല, സാമൂഹിക ജീവിതത്തെ അനുഭവിക്കുന്ന ഒരു മനസ്സു മാത്രമല്ല, മറിച്ച് നിലവിലിരുന്ന സാമൂഹിക ക്രമത്തെയും രാഷ്ട്രീയ ക്രമത്തെയും നിലവിലുള്ള സാമൂഹിക ജീവിത സങ്കല്പങ്ങളെയും തലകിഴക്കാമ്പാട് നോക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ ഔചിത്യപൂർണമായ വികാരവിചാരങ്ങൾ കൂടി ഈ പുസ്തകത്തിൻ്റെ എഴുത്തിനെ സമ്പന്നമാക്കുന്നു എന്നിടത്താണ് EMS-ഉം ദൈവവും എന്ന പുസ്തകം 4-ാം പതിപ്പിലും അർത്ഥപൂർണമായ നിലപാടുകളോടെ നമ്മുടെ കഥാലോകത്ത് ഉയർന്നു നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സി അനൂപുമായിട്ടുള്ള ബന്ധം കാര്യവട്ടം ക്യാമ്പസിൻ്റെ വിദ്യാർത്ഥി ജീവിത കാലം മുതലുള്ളതാണ്. അന്നെല്ലാം ഇടതുപക്ഷ ജീവിത സമീപനങ്ങൾ സൂക്ഷിക്കുകയും ചെറുതും വലുതുമായ ഏത് സാമൂഹിക പ്രശ്നങ്ങളോടും ഉയർന്ന സാമൂഹിക പ്രതിബദ്ധതയോടെ ഇടപെടുകയും ചെയ്യുന്ന, നന്നായി കവിത എഴുതുന്ന, മനോഹരമായ കഥകൾ എഴുതുമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥി ജീവിതകാലത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഔചിത്യപൂർണമായ ഒരു വീണ്ടെടുപ്പ്, നമ്മൾ കാണുന്ന സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളെ വ്യത്യസ്തമായ കോണിൽ നിന്ന് സമീപിക്കുക എന്ന യുക്തിയിലധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാട് കൂടി കഥാലോകത്ത് വേറിട്ട ഒരു പദ്ധതിയാക്കി അവതരിപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ലോകസാഹിത്യത്തിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ കഥാപാത്രങ്ങളായ ഒട്ടേറെ കഥകളും എഴുത്തുകളുമൊക്കെ നമുക്ക് കാണാനാകും. പക്ഷെ മലയാളത്തിൽ അത് അപൂർവമാണ്. ആ അപൂർവത ഏറ്റവും സൂര്യതിളക്കത്തോടെ അവതരിപ്പിക്കാനാവുക എന്ന് പറയുന്നത് ഒരു സവിശേഷതയാണ്. ഇതിൽ അനൂപ് പങ്കുവെക്കുന്ന രാഷ്ട്രീയ സമീപനത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുള്ളയാളാണ് ഞാൻ. പക്ഷേ അനൂപിൻ്റെ കാഴ്ചപ്പാടുകളുടെ പുതുമ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ സവിശേഷത. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായധാരകളെ കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് എഴുത്തിൽ ഋതുഭേദങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന ഊഷ്മളമായ സൗന്ദര്യ സമീപനങ്ങളിൽ ഈ പുസ്തകം വേറിട്ട് നിൽക്കുന്നു എന്നത് എടുത്തു പറയാതിരിക്കാനാകില്ല. EMS-ഉം ദൈവവും എന്നത് പുതിയ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന മലയാളിക്ക്, പുതിയ വായന ഇഷ്ടപ്പെടുന്ന ഏതൊരു വായനക്കാരനും അത്യപൂർവമായ ഒരു സമ്മാനമായിരിക്കും എന്ന് കരുതിക്കൊണ്ട് എല്ലാ സ്നേഹാദരങ്ങളോടെയും സി അനൂപിൻ്റെ EMS-ഉം ദൈവവും എന്ന ഉജ്ജ്വലമായ മഹത്തായ ഈ പുസ്തകം വളരെ സ്നേഹത്തോടെ എല്ലാ ആദരവോടെയും അതിൻ്റെ 4-ാം പതിപ്പ് പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. KV മാത്യു സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സി അനൂപിൻ്റെ EMS-ഉം ദൈവവും അതാണ് പ്രകാശനം ചെയ്തിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിലേക്ക് വരാത്ത ചിന്തകൾ, നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാത്ത ഒരു ലോകത്ത് എന്നാൽ നമുക്ക് അനിവാര്യമായി നേരിടേണ്ട ചില സന്ദർഭങ്ങളെ ആവിഷ്കരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നേരത്തെ കഥയെക്കുറിച്ച് വളരെ വിശദമായി കൃത്യമായി തന്നെ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു പ്രസംഗം നമ്മൾ കേട്ടു. ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇതിനകത്ത് ഈ തലക്കെട്ടുള്ള കഥ, EMS-ഉം ദൈവവും എന്ന കഥ തന്നെ ഒരു പ്രധാനപ്പെട്ട സൂചന നമുക്ക് നൽകുന്നുണ്ട്. EMS-നെ കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കഥകളും പുസ്തകങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്, കടന്നുപോയിട്ടുണ്ട്. ആ പേരില്ലാത്ത കഥാപാത്രമായി വരുന്ന കാര്യങ്ങളുണ്ട്. സമകാലിക വർത്തമാനങ്ങളിൽ പത്രവാർത്തയാണ് നമ്മളെപ്പോഴും ചിന്തിപ്പിക്കാനും അന്നന്നത്തെ വർത്തമാനത്തിനുള്ള കോപ്പ് കൂട്ടാനും ഒക്കെ നമുക്ക് കാരണമാവുക. അങ്ങനെയുള്ള ഒരുപാട് പറയുന്ന, ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് വരി കഥയിലൂടെ എങ്ങനെ അത്ര ആഴത്തിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്ന് ഈ ഒറ്റ കഥ കൊണ്ട് നമുക്ക് മനസ്സിലാവും. EMS ദൈവത്തിൻ്റെ കൂടെ ഇങ്ങ് വരികയാണ്.
ദൈവത്തിന് കഥകളി കാണണം, EMSനെയും കൂട്ടി EMS അപ്പോൾ ബാക്കി സമയം പാളയത്തൊക്കെ ചെലവഴിച്ച് കേരളത്തിലേക്ക് കൂടെ വരാം എന്ന് പറഞ്ഞ് അവർ വരികയാണ്. കഥകളി ഭ്രാന്തുള്ള ദൈവം, കഥകളി കാണാൻ പോകുന്ന ആഗ്രഹങ്ങളുള്ള ദൈവമാണ്. R. രാമേന്ദ്രൻ പറഞ്ഞ പോലെ നിസ്സംഗനായ എല്ലാ ആഗ്രഹങ്ങളും എപ്പോഴെങ്കിലും പൂർത്തീകരിക്കാവുന്ന ഒരു ദൈവമല്ല ഈ കഥയിലുള്ളത്, മറിച്ച് കഥകളി കാണാൻ ആഗ്രഹമുള്ള ഒരു ദൈവമാണ്. അങ്ങനെ EMSനെ പാളയത്തിറക്കിയിട്ട് ദൈവം കഥകളിക്ക് പോകുമ്പോൾ EMS വിചാരിക്കുന്നു നമുക്ക് AK സെൻറ്ററിൽ ഒന്ന് പോകാം എന്ന് വിചാരിച്ച് EMS AKG സെൻറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് സംസാരിക്കുകയാണ്, അവിടെ ഇരിക്കുന്ന ആളോട് സംസാരിക്കുന്ന സമയത്താണ് അകത്ത് സെക്രട്ടേറിയറ്റ് യോഗം നടക്കുകയാണെന്ന് ഒരാൾ പറയും. പിന്നെ വിശദീകരണം ചോദിച്ചപ്പോഴാണ് അവിടുത്തെ K. കരുണാകരനും മുരളിയും അകത്തുണ്ട് എന്ന് പറയും. അപ്പോൾ സെക്രട്ടേറിയറ്റ് ആണല്ലോ എന്നോട് പറഞ്ഞത് എന്ന് പറയും. അല്ല, അത് തന്നെയാണ് എന്നുള്ള ആംഗിളിൽ പറയുകയാണ്. ഒരുപക്ഷെ വർത്തമാന കാലത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രയോഗത്തിൽ എന്നാണല്ലോ പറയുക, പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയില്ല, നമ്മൾ വിമർശനാത്മകമായി സമീപിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിലെ ചില വൈരുദ്ധ്യങ്ങളെ നിരന്തരം നമ്മൾ ചർച്ച ചെയ്യും. അത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പ്രതീകാത്മക കഥ എന്നുള്ള നിലയിൽ EMSഉം ദൈവം എന്ന ആ സ്പെസിഫിക്കായ കഥയെ നമുക്കെടുത്ത് ഉദാഹരിക്കാവുന്നതാണ്. ആ കഥ പിന്നെ അങ്ങനെ പോവുകയാണ്. അതിൻ്റെ മറ്റ് ക്ലൈമാക്സിലേക്കൊന്നും കിടക്കുന്നില്ല. ക്ലൈമാക്സ് പറയുന്നത് സിനിമയ്ക്ക് മോശമാണെന്ന് പറയുന്ന പോലെ കഥയ്ക്ക് മോശമാണല്ലോ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അത്തരത്തിലുള്ള ചിന്തകളെ നമ്മളെ മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട്. അത് ഈ ഒരു കഥയല്ല, ഒരുപക്ഷെ ഇതിലെ മുഴുവൻ കഥകളും അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പ്രവേശിപ്പിക്കുന്ന പ്രത്യേക കാറ്റഗറിയിലുള്ള നമുക്ക് ചരിത്രത്തെയും വർത്തമാനത്തെയും കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന കഥകളാണ്. അതിൻ്റെ പേരുകൾ തന്നെ രസകരമാണ്. ഞാൻ ചില പേരുകൾ വായിക്കാം. സഖാവ് ദാമോദരൻ ഉറങ്ങാത്തത് എന്തുകൊണ്ട്, പുതിയ കോസ്റ്റ്യൂം, പച്ച, മാനിഫെസ്റ്റോ, PGയുടെ സ്വപ്നം, ചുവന്ന കസേര, രക്തസാക്ഷികൾ, ഇങ്ങനെ പോകുന്നു ഇതിൻ്റെ പേരുകൾ. ഈ പേരുകൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചരിത്രബോധത്തിലൂന്നിയുള്ള വർത്തമാനകാല വിമർശനം എന്ന് ലളിതമായ നമ്മുടെയൊക്കെ ഒരു മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ കഥകളിലൂടെ നിരവധി കഥകൾ നമ്മൾ പല ആളുകളിലും കേട്ടിട്ടുണ്ട്. കഥാസമ്പന്നമാണ് ഈ പുസ്തകം. കഥയുടെ ഏതെങ്കിലും ഒരു, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ജീവിത സന്ദർഭങ്ങളിൽ കഥ കൊണ്ട് നിറച്ചിരിക്കുന്ന നിരവധി അനുഭവങ്ങളിലൂടെ കടന്നു വരുന്ന നമുക്ക് മുന്നിൽ വ്യത്യസ്തമായ നിരവധി സന്ദർഭങ്ങളെയാണ് C. അനൂപ് നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അതോടൊപ്പം ചെറിയൊരു അവസാന നിമിഷത്തിൽ നമുക്ക് തരുന്നൊരു ആഘാതം കൂടി അദ്ദേഹം ഉൾച്ചേർക്കുന്നു എന്നുള്ളൊരു വ്യത്യാസമാണ് ഇതിനകത്തുള്ളത്. നമ്മൾ CV ശ്രീരാമനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയും ഒരുപാട് കഥകളാണ്, മൂപ്പർക്ക് പറഞ്ഞാലും കഥ തീരില്ല. അതുപോലെ തന്നെയാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തോന്നുക, ഓരോന്ന് വായിക്കുമ്പോഴും ഇനിയും കഥ വായിക്കാനുള്ള പ്രേരണ നമുക്കുണ്ടാവും. മാത്രമല്ല അത്തരത്തിലുള്ള കഥ തരുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രാക്ക് നമ്മുടെ ഉള്ളിൽ അവശേഷിപ്പിച്ചിട്ടാണ് ആ കഥ പോവുക. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു വൻമരങ്ങൾ വീഴുമ്പോൾ എന്നൊരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. NS മാധവൻ കേരളത്തിൽ നക്സലേറ്റ് വിപ്ലവ ശ്രമങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇതിനെ പരിശോധിക്കാൻ വേണ്ടി, നിരീക്ഷിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനായി കായണ്ണയിൽ വന്നിറങ്ങാണ്. അപ്പോൾ അദ്ദേഹം കായണ്ണയിൽ നിന്ന് ഓരോ സ്ഥലത്തേക്കും അദ്ദേഹത്തിന് പോകേണ്ട സ്ഥലത്തേക്ക് പോകുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, പോലീസുകാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ IAS മാധവൻ IAS ആണ്, NS മാധവൻ IAS ആണ്, ഇന്ന് ഉത്തരവാദിത്തത്തോട് വരികയാണ്, അഹംഭാവം കൂടിയുള്ള ഒരു NS മാധവനാണ്, ഞാൻ ഇന്ന് പുസ്തകം എഴുതിയ ആളാണ്, ഹിഗിറ്റ് എഴുതിയ ആളാണ്, ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എഴുതിയ ആളാണ് എന്നൊക്കെ പറഞ്ഞു മൂപ്പർ ആ ഒരു ബോധത്തോടു കൂടിയാണ് വരുന്നത്. അപ്പോൾ അപരിചിതനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, താങ്കൾ ആരാണ് എന്ന് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം മുതൽ അദ്ദേഹത്തിന് അഹംബോധം അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒടുവിൽ ഞാൻ മനസ്സിലായില്ലേ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറയണല്ല, ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് ഒന്നുകൂടി ഉയർന്നിട്ട് സംസാരിക്കുകയാണ്. ഇതൊക്കെ ചോദിക്കുന്ന സമയത്താണ് എന്തിനാണ് വന്നത് എന്ന് പറയും. അപ്പോൾ മൂപ്പര് പറയും, ഞാനിവിടെ നക്സലേറ്റുകളെ നിരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ ഇടയിൽ ആഭ്യന്തര സെക്രട്ടറിയൊക്കെ വിളിക്കുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്ന്, എന്താണ് അവിടെ സ്ഥിതി. അപ്പോൾ മൂപ്പര് പറയുന്നുണ്ട്, ഇവിടെ കുഴപ്പമൊന്നുമില്ല, കേരളമാണല്ലോ, നക്സലേറ്റുകളൊന്നും വലിയ കുഴപ്പമില്ല, മറ്റ് ഛത്തീസ്ഗഡോ ആ ഏരിയയിലുള്ളതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്നുമുണ്ട്. ഈ സമയത്താണ് ഈ അപരനുമായി സംസാരിക്കുന്നത്. കേരളത്തിലെ മാവോയിസ്റ്റുകളെ നമുക്കറിയാലോ, 1 കിലോ അരി വേണം എന്ന് പറഞ്ഞ് വയനാട്ടിൽ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്നൊക്കെയുള്ള മാവോയിസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്ത നമ്മൾ മാധ്യമങ്ങളിൽ വിഷ്വൽ മീഡിയയിൽ കാണാറുണ്ട്. അങ്ങനെ ആളുകളുടെ ബൈറ്റുകളൊക്കെ കാണും, 1 കിലോ അരി വാങ്ങിച്ചു തോക്ക് ചൂണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് അവർ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെന്ന് പറയും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അപരൻ കൂടിയിരിക്കുന്നത്. അവസാനം ഇയാൾക്ക് ആകാംക്ഷയായി, താങ്കളെ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള, മറ്റേ ആളെ അറിയാനുള്ള ഒരു ആകാംക്ഷയായി. അപ്പോൾ അയാൾ സഖാവെ എന്ന് വിളിക്കും. അപ്പം മാധവൻ പറയും, ഞാൻ സഖാവല്ല, അത് എൻ്റെ വ്യക്തിയാണ്, ഇത് ഞാൻ ഔദ്യോഗികമായി വന്ന ആളാണ് എന്ന് പറയും. അപ്പോൾ അയാളോട് ലാസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പം പിരിയാനുള്ള സമയത്താണ് ചോദിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം പറയും, ആരാണ്, പേരെന്താണ് എന്ന് ചോദിക്കും. അദ്ദേഹം പറയും,
ഞാൻ വർഗീസാണ്, നക്സൽ വർഗീസാണ് എന്ന് പറഞ്ഞ് മൂപ്പര് നടന്നങ്ങ് പോവുകയാണ്. ഉടനെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ കഥ ഇവിടെ അവസാനിക്കില്ല. അനൂപേട്ടൻ അതിനകത്തൊരു ചെറിയ ബാക്കി ആഘാതം ഉണ്ടാക്കുന്ന ഒരു വരിയോ ഒരു വാക്കോ ഉണ്ടാവും. ഉടനെ അദ്ദേഹം ഫോണെടുത്ത് ഡൽഹിയിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഡൽഹിയിൽ ഫോൺ അറ്റൻഡ് ചെയ്ത ആൾ പറയുന്നത് അവിടെ ജയ് ഹനുമാൻ എന്ന് പറയുകയാണ്. അപ്പോൾ ആവർത്തനത്തിൻ്റെ അനിവാര്യമായ കാലഘട്ടത്തിൻ്റെ ആവർത്തനങ്ങളിൽ പല രീതിയിൽ ജയ് ഹനുമാൻ വിളിക്കാം, ജയ് ശ്രീറാം വിളിക്കാം, പല വിളികളുണ്ടാകാം. ഇത്തരത്തിലുള്ള പല കാലഘട്ടത്തിൽ ഭരണകൂടത്തിൻ്റെ ഉപകരണങ്ങളായി മനുഷ്യൻ മാറുന്നതും അതിൻ്റെ അനിവാര്യമായ ദുരന്തങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വരുന്നതുമായ മനുഷ്യനെ കൃത്യമായി അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. സി അനൂപിൻ്റെ EMSഉം പെൺകുട്ടിയും എന്ന പുസ്തകം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കേണ്ടി വന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതിനെന്നെ തിരഞ്ഞെടുത്തതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്, ഫേബിയൻ ബുക്സിനെ അറിയിക്കുകയാണ്. ഈ പുസ്തകം ഇനിയും പതിപ്പുകൾ കൂടുതൽ ഇറങ്ങട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, സി അനൂപ് ഇനിയും എഴുതിക്കൊണ്ടേ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നസീബ് സാറിനും മധു സാറിനും നന്ദി അറിയിക്കുന്നു.